സ്വാഗതം സയന ടാരോ കാർഡ് റീഡിലേക്ക്. ഇന്ന് ഞാൻ ടാരോ കാർഡിനോട് ചോദിക്കുന്നത്, ഏഞ്ചൽ ആൻസേഴ്സ് എന്ന കാർഡിനോട് ചോദിക്കുന്നത്, താങ്കളുടെ ഏറ്റവും വലിയ തലവേദന എന്താണ്, അതിനുള്ള എന്ത് ഗൈഡൻസാണ് മാലാഖമാർക്ക് തരാനുള്ളതെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ആ തലവേദന എന്താണെന്ന് ചിന്തിച്ചോളൂ. ശാരീരികമായിട്ടുള്ള തലവേദന അല്ല ഉദ്ദേശിച്ചത്, മാനസികമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ 3 കാർഡുകൾ എടുത്തു നോക്കാം. ഓക്കെ, ഗിവ് മി എ സെക്കൻഡ്. 3 കളർ കാർഡുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് പിങ്ക്, ഒന്ന് ബ്ലൂ, ഒന്ന് യെല്ലോ. എന്താണ് തലവേദനയെക്കുറിച്ച് നമുക്ക് സന്തോഷം. ആദ്യത്തെ ഇത് നോക്കാം. ഫോർഗിവ്നെസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരെയോ മനസ്സിലിട്ട് വല്ലാതെ നമ്മൾ അവരെ ഇത് കയറിയിട്ട് അവരോട് ക്ഷമിക്കുക മാത്രമേ നമുക്ക് വഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ക്ഷമാപണം നമ്മുടെ ഉള്ളിൽ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്, നേരിട്ട് പോയിട്ടല്ല. പലപ്പോഴും പല വേദനയും നമ്മൾ കൊണ്ടു നടക്കുന്നത് നമുക്ക് എന്താ പറയുക, ക്ഷമിക്കാത്തത് കൊണ്ടാണ്. എന്തു വലിയ തെറ്റാണ് ചെയ്തെങ്കിലും നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ താങ്കളോടെന്ന് പറഞ്ഞ് ആ വേദന ഹൃദയത്തിൽ നിന്ന് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ തലവേദനയെക്കുറിച്ച് എന്ത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്താണ് വേദനിക്കുന്നതെങ്കിൽ അതിനേക്കാട്ടിലും നല്ലതൊന്നും അപ്പുറത്ത് വരാനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ ദിവസം അവസാനിക്കുമ്പോഴും പുതിയ ദിവസം വരും, മുൻപത്തേക്കാട്ടിലും നല്ലത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ നമ്മൾ നോക്കണം. നല്ല അടഞ്ഞ വാതിൽ നോക്കാതെ തുറന്ന വാതിലിലേക്ക് നോക്കൂ എന്നാണ് രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തേത് നമ്മുടെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച് അതിനെക്കുറിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പുതിയ ഗോൾ കേട്ടോ, പഴയതിനെക്കുറിച്ചല്ല പറയുന്നത്. അതൊരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് നേടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 സന്ദേശങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മാലാഖമാർക്ക് തരാനുള്ളത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക്